ഹലോ കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിലെ പേജ് നമ്പർ 46-ലുള്ള ക്വസ്റ്റ്യൻ നമ്പർ 6 മുതലാണ്. Sixth question. The inner length and width of an aquarium are 60 centimeters and 30 centimeters. It is half filled with water. When a stone is immersed in it, the water level rose by 10 centimeters. What is the volume of the stone? ഒരു അക്വേറിയത്തിൻ്റെ ഉൾഭാഗത്തിന് 60 സെൻറ്റിമീറ്റർ നീളവും 30 സെൻറ്റിമീറ്റർ വീതിയുമുണ്ട്. ഇതിൽ പകുതി ഉയരത്തിൽ വെള്ളമുണ്ട്. ഇതിലേക്കൊരു കല്ല് താഴ്ത്തിയപ്പോൾ 10 സെൻറ്റിമീറ്റർ കൂടി ഉയർന്നു. കല്ലിൻ്റെ വ്യാപ്തം എത്രയാണ്? 6ാമത്തെ ചോദ്യത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ദ ഇന്നർ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ആൻ അക്വേറിയം ആർ 60 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 30 സെൻറ്റിമീറ്റർ. ഒരു അക്വേറിയത്തിൻ്റെ അകത്തെ അളവുകൾ നീളവും വീതിയും തന്നിട്ടുണ്ട്. 60 സെൻറ്റിമീറ്ററും 30 സെൻറ്റിമീറ്ററും. ഇറ്റ് ഈസ് ഹാഫ് ഫിൽഡ് വിത്ത് വാട്ടർ. അതിൽ പകുതി വെള്ളം നിറച്ചിട്ടുണ്ട്. വെൻ എ സ്റ്റോൺ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ ഇറ്റ്, അതിലേക്ക് ഒരു കല്ല് എടുത്തിടുമ്പോൾ ദ വാട്ടർ ലെവൽ റോസ് ബൈ 10 സെൻറ്റിമീറ്റേഴ്സ്. വെള്ളത്തിൻ്റെ ലെവൽ 10 സെൻറ്റിമീറ്റർ കൂടി ഉയരും. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സ്റ്റോൺ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കല്ലിൻ്റെ വ്യാപ്തമാണ്. അപ്പോൾ വെൻ എ സ്റ്റോൺ വാസ് ഇമ്മേഴ്സ്ഡ്, നമ്മളൊരു കല്ലെടുത്തിടുമ്പോൾ ദ വാട്ടർ ലെവൽ റോസ് ബൈ 10 സെൻറ്റിമീറ്റർ. വെള്ളത്തിൻ്റെ ലെവൽ 10 സെൻറ്റിമീറ്റർ ഉയരുന്നു. ദ കപ്പാസിറ്റി ഓഫ് വാട്ടർ ഓഫ് ലെങ്ത് 60 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 30 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 10 സെൻറ്റിമീറ്റേഴ്സ് ഈക്വൽ ടു ദ വോളിയം ഓഫ് ദ സ്റ്റോൺ. അതായത് വെള്ളത്തിൻ്റെ കപ്പാസിറ്റി തന്നെയായിരിക്കും അവിടുത്തെ എന്തിൻ്റെ വോളിയവും, സ്റ്റോണിൻ്റെ വോളിയവും. കാരണം 10 സെൻറ്റിമീറ്റർ ഉയർന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കല്ലെടുത്ത് ഇട്ടപ്പോൾ 10 സെൻറ്റിമീറ്ററോളം വെള്ളം ഉയർന്നു. അപ്പോൾ എത്രത്തോളം വെള്ളം ഉയർന്നു പോയോ ആ വെള്ളത്തിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും കല്ലിൻ്റെയും വ്യാപ്തം. അപ്പോൾ വോളിയം ഓഫ് ദ സ്റ്റോൺ കണ്ടുപിടിക്കാൻ എത്രത്തോളം വെള്ളം ഉയർന്നു എന്നുള്ളതിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടുത്തെ ലെങ്ത്, വെള്ളത്തിൻ്റെ ആ ടാങ്കിൻ്റെ ലെങ്ത് 60 സെൻറ്റിമീറ്റർ ആയിരുന്നു. വിഡ്ത്ത്, വീതി 30 സെൻറ്റിമീറ്റർ ആയിരുന്നു. എത്ര സെൻറ്റിമീറ്ററിലാണ് ഉയർന്നത്? 10 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളം ഉയർന്നു അല്ലേ. അപ്പോൾ ഇത് മൂന്നും കൂടി ഗുണിക്കുക, മൾട്ടിപ്ലൈ എടുക്കുമ്പോൾ നമുക്ക് 18,000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇത് തന്നെയാണ് എന്തിൻ്റെ, സ്റ്റോണിൻ്റെ വോളിയം. Seventh question. A rectangular iron block has length 20 centimeters, width 10 centimeters and height 5 centimeters. It is melted and recast into a cube. What is the length of a side of this cube? ഇരുമ്പ് കൊണ്ടുള്ള ഒരു ചതുരക്കട്ടയുടെ നീളം 20 സെൻറ്റിമീറ്ററും വീതി 10 സെൻറ്റിമീറ്റർ, ഉയരം 5 സെൻറ്റിമീറ്ററുമാണ്. ഇത് ഉരുക്കി ഒരു സമചതുരക്കട്ട ഉണ്ടാക്കിയാൽ ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? അടുത്തത് 7ാമത്തെ ചോദ്യമാണ്. 7ാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എ റെക്ടാങ്കുലർ അയൺ ബ്ലോക്ക് ഹാസ് ലെങ്ത് 20 സെൻറ്റിമീറ്റേഴ്സ്, വിഡ്ത്ത് 10 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഹൈറ്റ് 5 സെൻറ്റിമീറ്റേഴ്സ്. ഒരു ചതുരക്കട്ട രൂപത്തിലുള്ള ഒരു ബോക്സ് ഉണ്ടായിരുന്നു, ഒരു ബ്ലോക്ക്. അതിന് 20 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയും 5 സെൻറ്റിമീറ്റർ ഉയരവുമാണ്. ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ്. അതിനെ എന്ത് ചെയ്തു? ഉരുക്കി വേർതിരിച്ചു. എന്ത് നിർമ്മിച്ചു? ഒരു ക്യൂബ് നിർമ്മിച്ചു, സമചതുരക്കട്ട നിർമ്മിച്ചു. അപ്പോൾ ചതുരക്കട്ടയെ ഉരുക്കി സമചതുരക്കട്ട നിർമ്മിച്ചു, ക്യൂബ് നിർമ്മിച്ചു. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദിസ് ക്യൂബ്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പുതുതായി നിർമ്മിച്ച ക്യൂബിൻ്റെ, സമചതുരക്കട്ടയുടെ ഒരു വശത്തിൻ്റെ നീളം എന്താണ് എന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ഉണ്ടായിരുന്ന, ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ഉണ്ടായിരുന്നു അല്ലേ, റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഉണ്ടായിരുന്നു, ചതുരക്കട്ട ഉണ്ടായിരുന്നു. ആ ചതുരക്കട്ടയുടെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഓഫ് ദി റെക്റ്റാങ്കുലർ ബ്ലോക്ക്. റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം. ആ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ, ചതുരക്കട്ടയുടെ നീളവും വീതിയൊക്കെ എത്രയായിരുന്നു? 20 സെൻറ്റിമീറ്റർ നീളം, 10 സെൻറ്റിമീറ്റർ വീതി, 5 സെൻറ്റിമീറ്റർ ഉയരം. അപ്പോൾ ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളൊരു രൂപത്തിനെ ഉരുക്കി മറ്റൊരു രൂപമാക്കുമ്പോൾ അതിന് എന്തിൽ വ്യത്യാസം വരത്തില്ല? വോളിയത്തിൽ വ്യത്യാസം വരത്തില്ല. അതായത് ഈ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം തന്നെയായിരിക്കും നമ്മൾ മെൽറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ക്യൂബിൻ്റെയും വോളിയം അല്ലേ. നമുക്ക് എങ്ങനെ എഴുതാം? വോളിയം ഓഫ് റെക്റ്റാങ്കുലർ ബ്ലോക്ക്. റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം തന്നെയായിരിക്കും എന്തിൻ്റെ വോളിയവും? വോളിയം ഓഫ് ദി റീകാസ്റ്റഡ് ക്യൂബ് അല്ലേ. ആ റീകാസ്റ്റ് ചെയ്ത ക്യൂബിൻ്റെ, ആ ഉരുക്കി നിർമ്മിച്ച സമചതുരക്കട്ടയുടെ വ്യാപ്തം തന്നെയായിരിക്കും റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ, ചതുരക്കട്ടയുടെയും വ്യാപ്തം. അതായത് അപ്പോൾ നമുക്ക് വോളിയം ഓഫ് ദ ക്യൂബ് എത്രയെന്ന് എഴുതാം? വോളിയം ഓഫ് ക്യൂബ്, ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ബ്ലോക്കിൻ്റെ വോളിയം എത്രയാണ്? 1000 അല്ലേ. അത് തന്നെയായിരിക്കും. ഇനി ക്യൂബിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, 3 സൈഡും എന്താണ്? തുല്യം അല്ലേ. അപ്പോൾ 1000 കിട്ടണമെങ്കിൽ ഒരു സൈഡ് എത്ര ആയിരിക്കണം? ഈ 1000 കിട്ടണമെങ്കിൽ ഒരു സൈഡ് എത്ര ആയിരിക്കണം? 1000 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 1000 നമുക്ക് ക്യൂബിൻ്റെ വോളിയം എത്രയാണ്? 1000 ക്യൂബിക് സെൻറ്റിമീറ്ററാണ്. ഇപ്പോൾ 1000 കിട്ടണമെങ്കിൽ ഒരുപോലുള്ള ഏത് നമ്പർ ഗുണിച്ചാലാണ് നമുക്ക് 1000 കിട്ടുന്നത്? 1000 എന്ന് പറയുന്നത് 10 × 10 × 10 അല്ലേ 1000. അതായത് ഒരു വശം എത്രയായിരുന്നു?
10 അല്ലേ. ഫോർ സൈഡ് ഓഫ് ദ ക്യൂബിൻ്റെ സൈഡ് എന്ന് പറയുന്നത്, വശം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? റെക്റ്റാങ്കുലർ ബ്ലോക്ക് നമുക്ക് തന്നിരുന്ന ചതുരക്കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിച്ചു അല്ലേ. അത് എന്തിനു തുല്യമാണ്? ക്യൂബിൻ്റെ വോളിയത്തിന്, സമചതുരക്കട്ടയുടെ വ്യാപ്തത്തിന് തുല്യമാണ്. കാരണം ഉരുക്കി വേർതിരിക്കുമ്പോൾ വോളിയത്തിന്, വ്യാപ്തത്തിന് വ്യത്യാസം ഉണ്ടാകില്ല. അപ്പോൾ ചതുരക്കട്ടയുടെ വ്യാപ്തം തന്നെയായിരിക്കും സമചതുരക്കട്ടയുടെയും വ്യാപ്തം. ക്യൂബിൻ്റെ വോളിയം തന്നെയായിരിക്കും റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം. അപ്പോൾ ഈ 1000 എന്ന് പറയുന്നത് ക്യൂബിൻ്റെ വോളിയമാണ്. 1000 കിട്ടണം. അപ്പോൾ ക്യൂബിൻ്റെ പ്രത്യേകത എന്താണ്? സൈഡ് 3 എന്താ? തുല്യമല്ലേ. അപ്പോൾ ഈ 1000 കിട്ടണമെങ്കിൽ തുല്യമായിട്ടുള്ള ഏത് കൊണ്ട് ഇൻറ്റു ചെയ്യണം? 10 × 10 × 10 ചെയ്യുമ്പോൾ നമുക്ക് 1000 കിട്ടില്ലേ. അപ്പോൾ സൈഡ് ഓഫ് ദ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. 8th question. A tank 2 meters long and 1 meter wide is to contain 10,000 liters of water. What should be the height of the tank? 2 മീറ്റർ നീളവും 1 മീറ്റർ ഉള്ള ഒരു ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളണമെങ്കിൽ അതിൻ്റെ ഉയരം എത്രയായിരിക്കണം? 8ാമത്തെ ചോദ്യം. എ ടാങ്ക് 2 meters long and 1 meter wide is to contain 10,000 liters of water. ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിന് 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമാണ്. അതിൽ 10,000 ലിറ്റർ വെള്ളമുണ്ട്. വാട്ട് ഷുഡ് ബി ദ ഹൈറ്റ് ഓഫ് ദ ടാങ്ക്? അതിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് ആ ടാങ്കിൻ്റെ നീളം തന്നിട്ടുണ്ട് 2 മീറ്റർ. അതുപോലെ അതിൻ്റെ വീതി തന്നിട്ടുണ്ട് അല്ലേ. ബ്രെഡ്ത്ത് എത്രയാണ്? 1 മീറ്റർ. പിന്നെ അതിൽ ഉള്ള വെള്ളത്തിൻ്റെ ഉള്ളളവ് തന്നിട്ടുണ്ട്. കപ്പാസിറ്റി എത്രയാണ്? 10,000 ലിറ്റർ അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റാണ്. അപ്പോൾ നമ്മൾ കപ്പാസിറ്റിയുടെ ഫോർമുല നമുക്കറിയാം. ഉള്ളളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നീളം ഗുണം വീതി ഗുണം ഉയരം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇവിടെ ഇല്ലാത്ത ഏതാണ്? ഹൈറ്റാണ് അല്ലേ. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? കപ്പാസിറ്റിയെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? നീളം ഗുണം വീതി കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് കപ്പാസിറ്റി ലിറ്ററിലാണ് തന്നേക്കുന്നത്. നമ്മൾ അതിനെ കൂടെ എന്തിലോട്ട് ആക്കണം? മീറ്ററിലോട്ട്, ക്യൂബിക് മീറ്ററിലോട്ട് ആക്കിയാലേ നമുക്ക് ഈ ഒരു രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ കപ്പാസിറ്റി ലിറ്ററിലും കിടക്കും, ഇതെല്ലാം മീറ്ററിലും കിടക്കും. എല്ലാ അളവുകളും ഒരുപോലെ വരണ്ടേ. അപ്പോൾ കപ്പാസിറ്റി ലിറ്റർ തന്നിരിക്കുന്നതിനെ നമുക്ക് ക്യൂബിക് മീറ്ററിലോട്ടാക്കാം. അപ്പോൾ ലിറ്ററിനെ ക്യൂബിക് മീറ്ററിലോട്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 0 0 0 എല്ലാം ക്യാൻസലായി പോയിട്ട് നമുക്ക് 10 ക്യൂബിക് മീറ്റർ എന്ന് കിട്ടും. 10 ക്യൂബിക് മീറ്റർ. അപ്പോൾ ഇവിടെ കപ്പാസിറ്റിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 10 കൊടുത്തൂടെ. 10 ഡിവൈഡഡ് ബൈ ലെങ്ത് എത്രയാണ്? 2, ബ്രെഡ്ത്ത് 1 അല്ലേ. 10/2, അതായത് 5 മീറ്ററാണ് ഉയരം. ടാങ്കിൻ്റെ ഉയരം എത്രയാണ്? 5 മീറ്റർ. 9th question. From the 4 corners of a square piece of paper of side 12 centimeters, small squares of side 1 centimeters are cut off. The edges of this are bent up and joined to form a container of height 1 centimeter. What is the capacity of this container? If squares of side 2 centimeters are cut off, what should be the capacity? പറഞ്ഞിരിക്കുന്നത് ഫ്രം ദ 4 കോർണേഴ്സ് ഓഫ് എ സ്ക്വയർ പീസ് ഓഫ് പേപ്പർ. ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പർ ആയിരുന്നു. അതിൻ്റെ 4 മൂലയിൽ നിന്നും 4 കോർണേഴ്സിൽ നിന്നും എന്താണ് 1 സെൻറ്റിമീറ്റർ വീതമുള്ള എന്ത് കട്ട് ചെയ്തെടുത്തു? സ്ക്വയറുകൾ കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ നീളം, ഈ സ്ക്വയർ പേപ്പറിൻ്റെ നീളം 12 സെൻറ്റിമീറ്റർ ആയിരുന്നു. അതിൻ്റെ 4 മൂലകളിൽ നിന്നും ഓരോ സെൻറ്റിമീറ്റർ വീതം നീളവും വീതിയുമുള്ള സ്ക്വയറുകൾ എന്ത് ചെയ്തു? കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ദ എഡ്ജസ് ഓഫ് ദിസ് ആർ ബെൻഡ് അപ്പ്. ഇതിനെ എന്ത് ചെയ്തു? ബെൻഡ് ചെയ്തു. ഇതിന് ഉയർത്തിക്കൊണ്ട് മുകളിലേക്ക് ആക്കിക്കൊണ്ട് 4 സൈഡ് മുകളിലോട്ടാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ബോക്സ് പോലെ, ഒരു കണ്ടെയ്നർ പോലെ കിട്ടും അല്ലേ. ആ കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ തന്നെയല്ലേ. 1 സെൻറ്റിമീറ്റർ ഉയർത്തിക്കൊണ്ടൊരു കണ്ടെയ്നർ, ഒരു പേപ്പർ കണ്ടെയ്നർ നിർമ്മിച്ചു. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ കണ്ടെയ്നർ? അങ്ങനെയാണെങ്കിൽ ആ കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റി എന്താണ് അല്ലേ. അപ്പോൾ ഈ കപ്പാസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നീളം വേണം, വീതി വേണം, ഉയരം വേണം അല്ലേ. അപ്പോൾ കപ്പാസിറ്റി ഓഫ് ദ കണ്ടെയ്നർ, പേപ്പർ കൊണ്ട് നിർമ്മിച്ച ആ ഒരു പാത്രത്തിൻ്റെ കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റിയാണ് കാണേണ്ടത്. അപ്പോൾ ഈ ഒരു സൈഡ്, അതിനകത്ത് നമുക്ക് ലെങ്ത് വേണം അല്ലേ. ഇത് പേപ്പറിൻ്റെ ലെങ്ത് ആയിരുന്നു എത്ര? സ്ക്വയർ പേപ്പറിൻ്റെ ലെങ്ത് ആയിരുന്നു 12 അല്ലേ. അതിൽ നിന്നും ഇവിടെ നിന്ന് 1 സെൻറ്റിമീറ്റർ കുറച്ചു, ഇവിടെ നിന്ന് ഒന്ന് കുറച്ചു, 1 സെൻറ്റിമീറ്റർ ഇവിടെ നിന്നും പോയി, ഇവിടെ നിന്നും പോയി. അപ്പോൾ 12 നിന്ന് 2 വശത്ത് 2 മൂലകളിൽ നിന്നും ഓരോ സെൻറ്റിമീറ്റർ പോയി. അപ്പോൾ 12 നിന്ന് എത്ര കുറയ്ക്കണം? 2, 1 എത്ര? 2 കുറയ്ക്കണം. അതാണ് നീളം അല്ലേ, 10 സെൻറ്റിമീറ്റർ. വീതിയും എത്ര തന്നെയാവും? ഇവിടെ നിന്ന് 12, ഇവിടെ നിന്ന് മൊത്തം 12 ആയിരുന്നു. 12 നിന്ന് 1 പോയി, 12 നിന്ന് 1 പോയി. അതായത് വീതിയും എത്ര തന്നെയാണ്? ബ്രെഡ്ത്തും എത്രയാണ്? 12 നിന്ന് 2 കുറച്ചെടുക്കുന്നത് തന്നെയാണ് 10 സെൻറ്റിമീറ്റർ. പിന്നെ അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇത് എത്ര സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് ബെൻഡ് ചെയ്ത് കണ്ടെയ്നർ നിർമ്മിച്ചത്? 1 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ നമ്മൾ നിർമ്മിക്കുന്ന കണ്ടെയ്നറിൻ്റെ, പേപ്പർ കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റി, അല്ലെങ്കിൽ ഉള്ളളവെന്ന് പറഞ്ഞാൽ 10 × 10 × 1, അതായത് 100 ക്യൂബിക്
സെൻറ്റിമീറ്ററാണ് അല്ലേ. 100 ക്യൂബിക് സെൻറ്റിമീറ്ററാണ് കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റി. ഇനി അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇഫ് സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 2 സെൻറ്റിമീറ്റേഴ്സ് ആർ കട്ട് ഓഫ്, 2 സെൻറ്റിമീറ്ററാണ് കട്ട് ചെയ്തതെങ്കിലോ, അതായത് ഇവിടെ 1 പകരം 2 ആയിരുന്നു എങ്കിലോ 2 സെൻറ്റിമീറ്റർ വീതമുള്ള സ്ക്വയറുകളാണ് നമ്മൾ കോർണറിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നതെങ്കിൽ കപ്പാസിറ്റിയിൽ എന്ത് വ്യത്യാസം വരും? അതായത് അപ്പോൾ നീളത്തിൽ വ്യത്യാസം വരത്തില്ലേ? നമ്മളിപ്പോൾ 12 - 2 എന്ന് എടുത്തു, അതിവിടെ 1 ആയിരുന്നു 2. അപ്പോൾ ഇവിടെ 12 - ഇവിടെ എത്രയാണ് വന്നത്? 2 2 അല്ലേ. ഇപ്പോൾ 12 നിന്ന് 2 + 2 കുറയ്ക്കണം. അതായത് 12 നിന്ന് 4 കുറയ്ക്കുന്നതായിരിക്കും ലെങ്ത് അല്ലേ. ബ്രെഡ്ത്തും എത്ര തന്നെ ആയിരിക്കും? 12 നിന്ന് എത്ര കുറയ്ക്കുന്നതാണ്? 4 കുറയ്ക്കുന്നത് അല്ലേ. ഉയരം എത്രയായിട്ട് കൂടും? ഉയരം എത്ര? ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ആയിരിക്കും ഉയരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് എത്രയായിരിക്കും? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ കപ്പാസിറ്റി എങ്ങനെ എഴുതാം? കപ്പാസിറ്റി ഈക്വൽസ് എങ്ങനെ വരും? ലെങ്ത് എത്രയായി? 8, ബ്രെഡ്ത്ത് 8, ഹൈറ്റ് എത്രയാണ്? 2. 8 × 8 64, 64 × 2 എത്രയാണ്? 128 ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. മനസ്സിലായോ? അതായത് ഇവിടെ 1 സെൻറ്റിമീറ്ററിന് പകരം എത്ര എടുക്കുന്നു? 2 എടുക്കുന്നു. അപ്പോൾ മൊത്തം നീളം, ആകെ നീളം എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 നിന്ന് ഇവിടെ നിന്ന് 2 കുറയ്ക്കുക, ഇവിടെ നിന്ന് 2 കുറയ്ക്കുക. 12 നിന്ന് 2 2 എത്ര കുറയ്ക്കുക? 4 കുറയ്ക്കുമ്പോൾ അതായിരിക്കും നീളം, അതായത് 8. വീതി എത്ര തന്നെയാണ്? 8. അപ്പോൾ അത് ഉയർത്തി കണ്ടെയ്നർ നിർമ്മിക്കുമ്പോൾ ഇങ്ങനെ പൊക്കുമല്ലോ. അപ്പോൾ എത്ര മീറ്റർ ഉയരത്തിലായിരിക്കും പൊങ്ങിയിരിക്കുന്നത്? 2 സെൻറ്റിമീറ്റർ ഉയരത്തിലല്ലേ. അപ്പോൾ ഹൈറ്റ് 2. കപ്പാസിറ്റി കാണാൻ 8 × 8 × 2.